അതേസമയം മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് ബി.ജെ.പി. ബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നു തമിഴ്നാട് മുൻ അധ്യക്ഷൻ അണ്ണാമലൈ എന്നുള്ളതാണ്. അണ്ണാമലയുടെ രാജി പാർട്ടി ദേശീയ നേതൃത്വം ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം സ്വീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര നേതാക്കൾ അനുനയ നീക്കങ്ങൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ഇതേ തുടർന്നാണ് ഈ പ്രാഥമിക അംഗത്വം തന്നെ റദ്ദാക്കുന്നത് അനുവദിക്കുന്നത്. പുതിയ സംഘടനയുമായി മുന്നോട്ട് പോകാനാണ് അണ്ണാമലയുടെ തീരുമാനം എന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. വി വിനോദാണ് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, തമിഴ്നാട്ടിൽ നിന്ന് തുടർച്ചയായ വാർത്തകളാണ്, അതും രാഷ്ട്രീയ വാർത്തകൾ തന്നെയാണ്. അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു. TVK, DMK, കോൺഗ്രസ് അങ്ങനെയുള്ള വാർത്തകൾ. അതിനിടയിൽ ഇതാ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ രാജിവെച്ചൊഴിയുന്നു, പുതിയ പാർട്ടി എന്നതിലേക്ക് എത്തുന്നു എന്നാണല്ലോ അറിയാൻ സാധിക്കുന്നത്. അഭിലാഷ്, കഴിഞ്ഞ കുറേ കാലമായി പാർട്ടിയുമായി അത്ര രസത്തിലായിരുന്നില്ല അണ്ണാമലൈ. അദ്ദേഹം സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. നയനാർ നാഗേന്ദ്രൻ അധ്യക്ഷ പദവിയിലേക്ക് വരുന്നു. അതിന് അടിസ്ഥാനമായത് AIADMKയുമായി അണ്ണാമലയ്ക്ക് ഉണ്ടായിരുന്ന തർക്കമാണ്. AIADMKയുടെ നേതൃത്വത്തെ അംഗീകരിക്കാൻ പലപ്പോഴും അണ്ണാമലൈ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഒരു സഖ്യത്തിലേക്ക് പോകുന്നതിന് അല്ലെങ്കിൽ സഖ്യം തുടരുന്നതിൽ BJP നേതൃത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ AIADMKയും BJPയുമായി സഖ്യമുണ്ടാവുകയും ആ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയും ചെയ്തു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമാണ് NDAക്ക് നേടാൻ കഴിഞ്ഞത്. വിജയ് വലിയ തോതിൽ അവിടെ ജയിച്ചു കയറുകയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു. ഇതെല്ലാം തന്നെ ക്രൗഡ് പുള്ളർ എന്ന പരിവേഷമുണ്ടായിരുന്ന അണ്ണാമലയെ സംബന്ധിച്ച് വ്യക്തിപരമായി കൂടി അദ്ദേഹത്തിന് തിരിച്ചടി ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. BJPക്ക് വലിയ മേൽവിലാസം ഉണ്ടാക്കാൻ വേണ്ടി വലിയ പ്രയത്നമാണ് അണ്ണാമലയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ജനങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് BJP വന്നാൽ BJP ഒരുപക്ഷെ ദ്രാവിഡ രാഷ്ട്രീയത്തിലേക്ക് BJP കടന്നു വരുന്നതിനെ വലിയ തോതിൽ DMKയും AIADMKയും മറ്റ് ദ്രാവിഡ പാർട്ടികളുമെല്ലാം തന്നെ എതിർക്കുമ്പോൾ അങ്ങനെ BJPക്ക് ഉണ്ടായിരുന്നൊരു തൊട്ടുകൂടായ്മ ഇല്ലാതാക്കിക്കൊണ്ട് തമിഴ്നാട്ടിൽ BJPയെ വളർത്താൻ വലിയ പരിശ്രമം നടത്തിയ ഒരു നേതാവാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പാർട്ടിയുടെ പടിയിറങ്ങുന്നു. കഴിഞ്ഞ ദിവസം തന്നെ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു, രാജിക്കത്ത് സമർപ്പിച്ചു. കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചത് രാജ്യസഭാ സീറ്റ് നൽകാം, അതോടൊപ്പം തന്നെ സംഘടനാ സംവിധാനത്തിൽ കേന്ദ്രത്തിൽ പദവി നൽകാം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളാണ് അണ്ണാമലയ്ക്ക് നൽകിയത്. പക്ഷേ അതിനൊന്നും തന്നെ അണ്ണാമലൈ വഴങ്ങിയില്ല. മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നത് അദ്ദേഹം മക്കൾ ശക്തി എന്ന പേരിൽ പുതിയൊരു സംഘടന രൂപീകരിക്കുമെന്ന വിവരമാണ്. ഒരുപക്ഷെ അത് രാഷ്ട്രീയ പാർട്ടി ആയിട്ടായിരിക്കില്ല. ഒരുപക്ഷെ ആദ്യം അതിൻ്റെ ഒരു രൂപീകരണം ഒരു വളണ്ടിയർ സംഘടന, അതായത് സന്നദ്ധ സംഘടന എന്ന നിലയ്ക്കായിരിക്കും ഒരുപക്ഷെ അണ്ണാമലൈ അങ്ങനെ ഒരു സംവിധാനത്തിന് രൂപം നൽകുന്നത്. ദീർഘകാലാടിസ്ഥാനത്തിൽ അത് BJPയുടെ ഭാഗമായി മാറിയേക്കും എന്നും വിലയിരുത്തപ്പെടുന്നു. അതല്ല, ഒരുപക്ഷെ രാഷ്ട്രീയ പ്രവേശത്തിലേക്ക് തന്നെ അണ്ണാമലൈ പുതിയൊരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ മറ്റൊരു ശ്രമത്തിന് അണ്ണാമലൈ മുതിരും എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന അണ്ണാമലൈ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേൽക്കുമ്പോൾ വലിയ പ്രതീക്ഷകൾ ആയിരുന്നു BJPക്ക് വേരോട്ടമില്ലാത്ത തമിഴക രാഷ്ട്രീയത്തിൽ അണ്ണാമലയിലൂടെ പടർന്നു പന്തലിക്കാം എന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും സഖ്യകക്ഷികളുമായുള്ള അസ്വാരസ്യങ്ങൾ, BJPയുടെ ദേശീയ നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള സമീപനങ്ങൾ, ഇതെല്ലാം അണ്ണാമലയെ അസ്വസ്ഥനാക്കുകയും ഇപ്പോഴിത് അണ്ണാമലൈ തന്നെ രാജിവെക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി എന്താണ് എന്നതാണ് അണ്ണാമലയുടെ നീക്കം. അദ്ദേഹം ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ നിലപാടെടുക്കുന്നു എന്നതാണ് അറിയുന്നത്. ഇനി നമ്മൾ അതേസമയം തന്നെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.